ഹായ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് റോമിലേക്കാണ്, ഇറ്റലിയിലേക്കാണ്. സോ ഞാൻ 1 വീക്ക് മുമ്പ് കൊച്ചിയിലെത്തി. ഇപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ട് ഇപ്പോൾ നേരെ ഇവിടുന്ന് റോമിൽ പോയിട്ട് അവിടുന്ന് ബെൽജിയം പോയിട്ട് ദെൻ വിൽ ബാക്ക് ടു ദുബായ്. സോ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. മിഗ്രേഷൻ എല്ലാം സ്മൂത്ത് ആയിരുന്നു. എനിക്ക് ബെൽജിയം ഷെങ്കൻ വിസ ആയിരുന്നു ആക്ച്വലി. ബട്ട് റിട്ടേൺ ഫ്രം ബെൽജിയം ഇപ്പോൾ നേരെ പോകുന്നത് ഇറ്റലിക്കാണ്. സോ റിട്ടേൺ സെയിം കൺട്രിയിലായതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിവേ റോമിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഒമാൻ എയർപോർട്ടിലെത്തി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ ഐ ഹാഡ് സ്മോൾ ലഞ്ച് ഫ്രം ദർ. അങ്ങനെ ഫുഡ് കഴിച്ചു. സോ ഇനി ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഒമാൻ എയർപോർട്ടിലാണ്. അപ്പോൾ റോമിലേക്കുള്ള ഫ്ലൈറ്റ് ഗേറ്റ് ഓപ്പണായി. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ റോമിൽ ചെന്നിട്ട് കാണാം. നമ്മൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. കൊച്ചി ടു ഒമാൻ, ഒമാനിൽ നിന്ന് ഇനി നേരെ FCO റോമിലേക്ക്. അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഒരു റിയലി എക്സൈറ്റഡ് ആണ് റോമിൽ പോകണമെങ്കിൽ, ബിക്കോസ് അതെൻ്റെ ഒരു ഫേവറേറ്റ് കൺട്രിയാണ്. സോ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് വാസ് ക്വൈറ്റ് ഗുഡ് ആൻഡ് നല്ല ഫുഡായിരുന്നു. ഇറ്റ്സ് ഫോർ ലോങ് ഫ്ലൈറ്റ്. ഒമാനിൽ അറൗണ്ട് 6 hours 50 minutes എങ്ങാണ്ട് ഉണ്ടാവും. നിയർലി 7 hours ഉള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ റോമിലെത്തി. റിയലി എക്സൈറ്റഡ്. എൻ്റെ ഫേവറേറ്റ് കൺട്രിയിലേക്ക് വന്നേക്കുന്നത്, എസ്പെഷ്യലി സെൻറ്റ് ബാസ്റ്റിക്കൽ വത്തിക്കാൻ സിറ്റിയും ചർച്ചും കൊളോസിയവും. നമ്മൾ ഇറ്റലിയിൽ റോമിൽ ഇറങ്ങിയിട്ടുമാണ്. സോ ഇത് നമുക്ക് ഹോട്ടൽ വരുന്നത് ബൊളോങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ നമുക്ക് ട്രെയിൻ എടുക്കണം. ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഇവിടുന്ന് സ്റ്റേഷനിന് മുകളിൽ തന്നെയാണ് പോകുക. അപ്പം അങ്ങനെ നമ്മുടെ റോമിലെ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് മെർക്കുറെ ഹോട്ടലാണ്. ബൊളോങ്കയിലുള്ള മെർക്കുറെ ഹോട്ടൽ. സോ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് കുറച്ച് ടൈം എടുത്തു. ബട്ട് ഭാഗ്യത്തിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ PhD ചെയ്യുന്നത്. സോ അവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അവരുടെ സ്റ്റോപ്പ് എൻ്റെ സ്റ്റോപ്പിന് മുമ്പത്തെ സ്റ്റോപ്പായിരുന്നു. സോ അതുവരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വഴി പറഞ്ഞു തരാനും ട്രെയിനിൻ്റെ എങ്ങനെയാണ് ട്രെയിൻ എടുക്കണതെന്ന് പറഞ്ഞു തരാനും കാർഡ് എടുക്കണതും എല്ലാം എനിക്ക് അവർ പറഞ്ഞു തന്നു. സോ എനിവേ എനിക്ക് ഒരു 1 hour തന്നെ എത്തി. എനിക്കിവിടെ ഇല്ലെങ്കിൽ മിനിമം ഒരു 1.5 to 2 hours എടുക്കും തപ്പി പിടിച്ച് വരണമെങ്കിൽ. സോ ഹോട്ടലിലെത്തി. ഇനിയിപ്പോൾ പുറമേ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഒരു 10:30 ആയി. സോ ഓൾമോസ്റ്റ് സ്ട്രീറ്റിലെല്ലാം ഹോട്ടലുകളെല്ലാം ക്ലോസ് ചെയ്തു. ഇനി മേ ബി പിസ്സ കിട്ടും. സോ ലെറ്റ്സ് സീ, പോയിട്ട് എന്താ കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും ഇവിടെ ഉറപ്പായിരുന്നു പിസ്സ മാത്രമേ കിട്ടത്തുള്ളൂ. പിസ്സ അല്ലെങ്കിൽ അത് ബ്രെഡ് ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എന്നെ അധികം ഫോണോ ക്യാമറ ഒന്നും യൂസ് ചെയ്തില്ല. കാരണം സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തം കുറച്ച് കള്ളന്മാരൊക്കെ ഉണ്ട്, ബി കെയർഫുൾ എസ്പെഷ്യലി നൈറ്റ്. സോ അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ഫുഡ്. നൈറ്റ് അവസാനം പോയി ഒരു ബ്രെഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. സോ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്, ക്വൈറ്റ് ടേസ്റ്റി. വേറെ നിവൃത്തിയില്ല. അങ്ങനെ റോമിലെ ഫസ്റ്റ് ഡേ ആണ്. സോ ഇന്നത്തെ പ്ലാൻ വരുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, വത്തിക്കാൻ, പിന്നെ അതുപോലെ തന്നെ കൊളോസിയം ആൻഡ് ഓൾസോ റോമൻ ഫോറം. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്. സോ ഞാനിപ്പോൾ ഇത് ഫ്രഷായി ഇപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ഇറങ്ങുവാണ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മെർക്കുറിയിലാണ് താമസിച്ചത്. സോ അത് നേരെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 30 minutes ഉണ്ട് മെട്രോ കയറണം. ആൻഡ് ഞാനിപ്പോൾ ബൊളോങ്കയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ മെർക്കുറിയിൽ അവിടെ നിന്നൊരു നിയർലി 30 minutes ഉണ്ട് അവിടേക്ക് എത്താനായിട്ട് മെട്രോയിൽ പോകുമ്പോൾ. സോ ലെറ്റ്സ് സീ. അത് കഴിഞ്ഞിട്ടാണ് കൊളോസിയം ആൻഡ് റോമ 4 ഒക്കെ ഉള്ളത്. സോ ഇപ്പോൾ ഞാൻ മെട്രോയിലേക്ക് കയറുവാണ്.
സോ അങ്ങനെ മെട്രോ കയറി. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, എന്നാലും പിന്നെ ഇവിടെയൊക്കെ ടിക്കറ്റ് എടുക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ആൻഡ് നമുക്ക് ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വേ എടുക്കാം, അല്ലെങ്കിൽ ഒരു 1 ഡേക്ക് എടുക്കാം. 48 അവേഴ്സിനുള്ള ടിക്കറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് സിമ്പിൾ. അങ്ങനെ അത് ട്രെയിൻ വന്നു, ട്രെയിൻ കയറി. ഇവിടുന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ കൊളോസിയത്തിലേക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വാല്യുബിൾ ഐറ്റംസ് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണം. എസ്പെഷ്യലി മൊബൈൽ, പേഴ്സ് വെരി കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി ഇവിടെ കൂടുതൽ കള്ളന്മാരൊക്കെ ഉള്ളതാണ് ആക്ച്വലി. സോ ഞാൻ നേരത്തെ നമ്മുടെ സ്ട്രീറ്റിലെത്തി, ബസിലിക്ക സെൻറ്റ് പോൾ സ്ട്രീറ്റിലെത്തി. അവിടെ നേരെ വത്തിക്കാനിലേക്ക് ചർച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലോട്ട്. കാരണം ഞാൻ ഏർലി മോർണിംഗ് തന്നെയാണ് കേട്ടോ പോയത്. അറൗണ്ട് 9 8:30 9 ആകുമ്പോഴേക്കും ഞാൻ എത്തിയായിരുന്നു. കാരണം എനിക്കറിയാം ഒരു 10 മണി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ആൾക്കാർ ഓൾറെഡി ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് ഇറ്റ്സ് റിയലി അമേസിങ് സിറ്റി, നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ചർച്ചിലെത്തി. നമ്മളെ ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, നമുക്കെല്ലാം പറഞ്ഞു തരും എവിടേക്കാണെന്നുള്ളത്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, അതായത് വത്തിക്കാൻ സിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് 15th സെഞ്ച്വറിയിൽ റോമൻ എംപയേഴ്സ് പണി കഴിപ്പിച്ച ആണ് ഈ ചർച്ച്. സോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം. ഈ ചർച്ച് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ് ബൈ ഇൻറ്റീരിയർ മെഷേഴ്സ്. പിന്നെ ഇതിലെ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്. പെയിൻറ്റിങ്സ് ഇവിടെ എന്ന് വെച്ചാൽ മൈക്കൽ ആംഗ്ലാവോൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ അടിപൊളി പെയിൻറ്റിങ്സാണുള്ളത്. ഒരു ചെറിയൊരു സ്റ്റാച്ചു തന്നെ മോർ ദാൻ 2 ആൾക്കാരുടെ വലുപ്പത്തിലുണ്ട് ആക്ച്വലി. ആൻഡ് ഈ ബിൽഡിംഗ് തന്നെ, അതായത് ഈ ചർച്ച് തന്നെ മോർ ദാൻ 9 ഫ്ലോർ ബിൽഡിങ്ങിൻ്റെ സൈസാണ്. പിന്നെ അവിടെ കാണുന്ന അൾത്താരയുണ്ടല്ലോ, അപ്പോൾ അൾത്താരയ്ക്ക് ഈ മിക്ക അൾത്താരകളും ഒരു മിനിമം 3 സ്റ്റാർ ബിൽഡിംഗ്, 4 സ്റ്റാർ ബിൽഡിംഗ്. ഈ അൾത്താരയാണ് അറൗണ്ട് 6 സ്റ്റാർ ബിൽഡിങ്ങിൻ്റെ അത്ര പൊക്കമുണ്ട്. ഈ പോപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി വിശേഷ ദിനങ്ങളിൽ ഈ പ്രെയർ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ അമേസിങ് ആയിട്ടുള്ള ആർക്കിടെക്ചറൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയുക, കണ്ണ് തള്ളിയിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ. ഇത് ഏകദേശം 126 കൊല്ലം, 126 ഇയേഴ്സ് എടുത്ത് ഇത് പണി തീരാനായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ എല്ലാ പോപ്പന്മാരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകുന്നു പഴയത്. ആൻഡ് യെസ്, നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റാച്യൂസ്, മോണുമെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു അവിടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടായിരിക്കും. ഓൾറെഡി ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് തുടങ്ങിക്കഴിഞ്ഞു, ടൂറിസ്റ്റുകളും കാര്യങ്ങളും. കണ്ടോ, നമ്മുടെ പിൽഗ്രിംസാണ് അവർ. ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ ഗ്രൂപ്പായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്ത് തന്നെയുണ്ട്. പിന്നെ അറിയാമല്ലോ ഇവിടുത്തെ സോവനിയേഴ്സ്. പിന്നെ ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ചീപ്പായിരുന്നു കേട്ടോ. €1 ഒക്കെ ഉള്ളൂ ഒരു എന്താ പറയുക സോവനിയേഴ്സിന്. നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രി പോയി കഴിഞ്ഞാൽ മിനിമം €4 ഒക്കെയാണ് അവർ ചാർജ് ചെയ്യാറ്. സോ കമ്പാരിറ്റീവ്ലി ഇവിടെ വളരെ ചീപ്പാണ്. നമ്മൾ എന്തെങ്കിലും പർച്ചേസിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സോവനിയേഴ്സ് അല്ലെങ്കിൽ ചെറിയ ഐറ്റംസ് ഷോക്കേസിൽ വെക്കാനുള്ളത്. സ്ട്രീറ്റിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഡിഫറെൻ്റ് ആൾക്കാർ ഇങ്ങനെ പാട്ട് പാടുന്ന കാണാം. പല ചിലർ പാട്ട് പാടുന്നുണ്ട്, ചിലർ ഡാൻസ് കളിക്കുന്നുണ്ട്.
അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ കൊളോസിയം പോവാണ്. അറൗണ്ട് 20 മിനിറ്റ്സ് ആണ് കൊളോസിയത്തിലേക്ക്. അങ്ങനെ കൊളോസിയം എത്തി. ആൻഡ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ച കൊളോസിയം ഗ്ലാഡിയേറ്റേഴ്സിനെ പണ്ട് തിരഞ്ഞെടുത്താന്ന സ്ഥലം റിയലി അമേസിങ് ആണ്. കാരണം ഇതാണല്ലോ നമ്മുടെ ഗൈഡ്. അവിടുത്തെ എൻ്റെ കൂടെ ഒരു ചെറിയൊരു 10 to 20 പീപ്പിളുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നേഷണാലിറ്റീസ് ഉണ്ടായിരുന്നു. ലൈക്ക് അമേരിക്കൻസ്, മെക്സിക്കോ, പല പല രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് ദ ഗൈഡ് ഈസ് എക്സ്പ്ലെയിനിങ് ഈച്ച് ആൻഡ് എവറിത്തിങ്. എനിക്ക് ഗൈഡ് ഒരു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ കൊളോസിയം നോർമലി കൊളോസിയം വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇത് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് മാത്രമാണ്. ബട്ട് വെൻ യു ടേക്ക് എ ഗൈഡ്, അവർ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ പറഞ്ഞു തരും. ശരിയാണ്, കാരണം എനിക്കത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ശരിക്കും ഒളിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇത്രമാത്രം ബഹുലമായ കാര്യങ്ങൾ നടന്ന സ്ഥലത്തിന് നമ്മൾ ചുമ്മാ ചെന്ന് കണ്ടു പോരുകയല്ല വേണ്ടത്. അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് പോകണം. When you open your heart to a new tribe, to a new nation, to a new culture. ആൻഡ് ഇവിടെ അറൗണ്ട് 80,000-ഓളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ് കേട്ടോ ഈ പറഞ്ഞ കൊളോസിയം എന്ന് പറഞ്ഞിട്ട്. പണ്ട് നമ്മളെന്താ പറയുക, പുരാതന മല്ലയുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ് കൊളോസിയം. അതെന്ന് വെച്ചാൽ ക്രൂരമായ വിനോദങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടന്നത്. ഗ്ലാഡിയേറ്റേഴ്സ്, കാരണം അവിടുത്തെ അടിമകളായ മല്ലന്മാരെ തിരഞ്ഞെടുക്കുക, അവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിക്കുക. ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തായാലും ഒരാൾ മരിക്കും, ഒരാളെ കൊല്ലണം. അതാണ്. ഇനി ആൾക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ അവിടുത്തെ ആൾ വന്നിട്ട് തലയടിച്ച് പൊട്ടിക്കും. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ ഗ്ലാഡിയേറ്റർ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ചരിത്രത്തിനെ കുറിച്ചും എന്തൊക്കെയാണ്. പക്ഷേ സിനിമ അത് ഡിഫറെൻ്റ് ആണെന്നാണ് പറയണേ കേട്ടോ. കാരണം സിനിമയിലുള്ളതല്ല ശരിക്കുള്ള ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് ഈ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഫുള്ള് വുഡൻ ഇതായിരുന്നു. അതെല്ലാം ദ്രവിച്ച് പോയി. ഇപ്പം നമുക്കെന്ന് വെച്ചാൽ അടിയിൽ വരെ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അടിയിൽ ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ടുവന്നതും മൃഗങ്ങളെ കൊണ്ടുവന്ന ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ട് അടച്ചിട്ട സ്ഥലങ്ങൾ, ഗ്ലാഡിയേറ്റേഴ്സ് മരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇടുന്ന സ്ഥലങ്ങൾ. ആൻഡ് പിന്നെ ഇത് ഭയങ്കര അമേസിങ് പ്ലേസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മാർബിൾ സ്റ്റോൺസും എല്ലാം നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചർച്ച് പണിയാനും അതുപോലെ തന്നെ റോമിലെ പലതും പണിയാനായിട്ട് ഇവിടെ നിന്ന് അവരെടുത്തുകൊണ്ട് പോയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഇപ്പം ഇങ്ങനെയാണ്, ഇതാണ് അവസ്ഥ അതിൻ്റെ. The referee says to them, the first of you that hits the other guy 10 times wins the game. Marco, stand in front of me. What does that mean? Over there, stand there. What does that mean? That if I hit him with a wooden sword, I have a point, and he's gonna stop us after that, and I get back to starting line. He hits me, and he has a point. If he gets 10 points, I leave, but standing, because I'm famous. So the Emperor of Rome needs us alive for his political propaganda. Are you with us? Grazie Daniel, grazie Marco. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു, നമ്മുടെ അരീന കണ്ടു. ആൻഡ് അവിടെ പക്ഷേ കുറച്ച് പുതിയത് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിക്കാനായിട്ട് എങ്ങനെയാണ് പണ്ട് എങ്ങനെയാണ് ഇരുന്നത്. കണ്ടോ റൈറ്റ് സൈഡിൽ അങ്ങനെയാണെന്ന് പണ്ട്. പക്ഷേ മരങ്ങളൊക്കെ എല്ലാം ദ്രവിച്ച് പോയി, അത് പഴയ രൂപത്തിലായി. അത് ഇത് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരു ഹിസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ റിയലി ലവ്. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളെ പൂട്ടിയിട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. എങ്ങനെയാണ് ടൈഗർ, ലയൺ, എലിഫൻറ്റ് അവരൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വരെ നമുക്ക് പറഞ്ഞു തരും. Big arch, like the arch over there, guys. See? Like that arch, the Triumphalis arch. So where you are is indoor. Where I am, outdoor. Here there should be seats. Here there should be seats. That's the reason why I'm saying that, guys. Don't forget that when I come out with my weapon, I go in front of the emperor and say, Imperator, morituri te salutan. Okay? Let's go and talk about the fight. എന്തായാലും ഒരു മനുഷ്യൻ ലൈഫിൽ വന്ന് അറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇറ്റലിയിലെ കൊളോസിയം എന്ന് പറയുന്നത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അറിവ് മനസ്സിലാക്കാനെന്നുണ്ട്. ബട്ട് എനിക്ക് ഇയാളെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങേരുടെ എക്സ്പ്ലനേഷൻ വിത്ത് ഫോട്ടോസ് സഹിതം. ആൻഡ് ഹി വിൽ ആക്ട് ലൈക്ക് എ ഗ്ലാഡിയേറ്റർ ഓൾസോ. അങ്ങനെ
കൊളോസിയം കണ്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് റോമൻ ഫോറം പോകാനാണ്. കാരണം കൊളോസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് റോമൻ ഫോറം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഡ്രിങ്കിങ് വാട്ടേഴ്സ് കിട്ടും. കാരണം നമുക്ക് നടക്കുമ്പോൾ നമുക്ക് കുടിച്ചിട്ട് നടക്കാം. ആൻഡ് നമ്മുടെ പുരാതന അവശിഷ്ടങ്ങൾ, റോമൻ സാമ്രാജ്യത്തിൻ്റെ പുരാതന അവശിഷ്ടങ്ങളുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ റോമൻ ഫോറം. മോർ ദാൻ 1000 years ഉള്ള അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. എന്താ പറയണ്ടത്, ഇതൊരു വേറെ ലോകം തന്നെയാണ്. So Romania now, Dacia, back in the age of empire. So I said that we are in the Roman Forum. അങ്ങനെ ചരിത്ര പുസ്തകത്തിൽ പഠിച്ച എല്ലാവരും കണ്ടു. അതുപോലെ തന്നെ റോമൻ ഫോറം അവശിഷ്ടങ്ങൾ, പണ്ടത്തെ ബിൽഡിങ്സ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക, ഇനിയും മണ്ണ് ഇവിടെ ഇപ്പോഴും ആർക്കിയോളജിസ്റ്റ് മണ്ണ് മാറ്റുന്നുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം സ്റ്റിൽ മെനി തിങ്സ് ആർ ടു ബി ഫൈൻഡ് ഔട്ട്. സോ സ്റ്റിൽ ദേ ആർ ഡിഗിങ് ഫോർ മെനി തിങ്സ്. എന്തായാലും റോമിൽ വന്ന ആൾക്കാർ വത്തിക്കാൻ സിറ്റി, കൊളോസിയം ആൻഡ് റോമൻ ഫോറം, ഇത് മൂന്നും കണ്ടിട്ടേ മടങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ റോമൻ ഫോറം തീരാറായി. സോ ഇനി ഇത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം, റെസ്റ്റ് എടുക്കണം കംപ്ലീറ്റ്ലി. കാരണം ഐ എം നോട്ട് വെൽ, ലൈക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് തന്നെ വന്നത്. സോ എനിവേ നമ്മൾ നേരെ നടന്ന് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ട്രെയിൻ കയറിയിട്ട് വേണം ഹോട്ടലിലേക്ക് എത്താനായിട്ട്. എന്ത് രസമല്ലേ ബിൽഡിങ്സ് കാണാനായിട്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സോ ഐ വിൽ കം വിത്ത് ന്യൂ ഡെസ്റ്റിനേഷൻസ്. താങ്ക് യു.